എല്ലാവരും ഉണ്ടായിട്ടും ജീവിതത്തിൽ ആരുമില്ലാതായി പോയവരും ഏതോ സാഹചര്യങ്ങളിൽ മനസ്സിന്റെ താളം തെറ്റി തെരുവിൽ അലഞ്ഞവരെയും സംരക്ഷിക്കുന്ന കൊല്ലം മൈനാഗപ്പള്ളിയിലെ കാർമേൽ സ്നേഹനിലയം എന്ന പ്രസ്ഥാനം ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. തെരുവിൽ അലഞ്ഞവരെ തെരുവിലേക്ക് തന്നെ പറഞ്ഞയക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. നിങ്ങളെ ഫോട്ടോ എല്ലാവരും ഫോട്ടോ വർഷങ്ങൾക്ക് മുൻപ് വൈദികനായ ഫാദർ മനോജ് കോശി വൈദ്യൻ തുടങ്ങിയ അഗതി മന്ദിരം വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്. ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടി തുടങ്ങിയ ഈ സ്ഥാപനം വളരെ വേഗം അന്തേവാസികളെ കൊണ്ട് നിറഞ്ഞു. ഇന്ന് 50 വയസ്സിന് മുകളിൽ ആളുകൾ ഇവിടെ പാർക്കുന്നു. ഭക്ഷണവും വസ്ത്രവും മരുന്നുമെല്ലാം നൽകി ഫാദർ അവരെ സംരക്ഷിച്ചു പോകുന്നു. എന്നാൽ വാടക കെട്ടിടം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു നൽകണമെന്ന് കെട്ടിട ഉടമ അറിയിച്ചിരുന്നു. വരുന്ന 30 ദിവസത്തിനുള്ളിൽ ഈ കെട്ടിടം ഒഴിഞ്ഞു നൽകണം. കർമ്മേൽ സ്നേഹനിലയത്തിൽ നിന്ന് മനോജനാണ്. വളരെ വേദനയോടും പ്രയാസത്തോടും കൂടിയാണ് ഈ ഒരു വാർത്ത പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നത്. കർമ്മേൽ സ്നേഹനിലയം മൈനാഗപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷം പിന്നിടുന്നു. ഇതുവരെയും സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാണുന്ന വീട് 3ാമത്തെ വാടക വീടാണ്. ഇവിടെ നിന്നും ഒരു 34 ദിവസത്തിനകം വീണ്ടും അടുത്ത ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് അടിയന്തരമായി മാറേണ്ടതുണ്ട്. ഓരോ നിമിഷവും ഈ 54 പേരുടെ ജീവിത മാർഗത്തിന്റെ കാര്യത്തിനു വേണ്ടി, നിലനിൽപ്പിനു വേണ്ടി ഓരോ നിമിഷവും വേദനയോടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു വീടുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിൻ്റെതായ ചിലവുകളും കാര്യങ്ങളും കടന്നു വരുന്നത് കൊണ്ട് ഇവരുടെ മരുന്ന്, ഭക്ഷണം, താമസം ഇതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഭക്ഷണവും വസ്ത്രവും ദൈവകൃപയാല് നമുക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ എത്തിക്കുവാനുള്ള ഒരു വലിയ പ്രയാണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മുടെ ഓട്ടം. ഇന്നും പ്രിയപ്പെട്ട ഗണേശേട്ടനും, ജീവാരണ്യ പ്രവർത്തനായ ഗണേശേട്ടനും, ബാബുച്ചേട്ടനും, പ്രത്യേകിച്ചും 24ന്റെ ശ്യാമും ഒക്കെ ചേർന്ന് ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ കൂടി സ്നേഹനിലയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവരെ ഓരോരുത്തരെയും കൊണ്ടുവരുമ്പോഴും നമുക്ക് താങ്ങാവുന്നതിനപ്പുറം ആണ് എങ്കിൽ കൂടി അവർക്ക് മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാം, നാളെ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു കരുതൽ കൊടുക്കാം എന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട്. ഇപ്പോ 34 ദിവസത്തിനകം ഇവർക്ക് 54 പേര് ഇന്ന് 55 പേരായി. 55 പേർക്ക് ഒരു ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഒരു കുറഞ്ഞതൊരു 4500 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ക്രമീകരിക്കുന്നതിലേക്കായി ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു 30 ലക്ഷം രൂപയോളം നമുക്ക് ഈ 34 ദിവസം കൊണ്ട് ഉണ്ടാകേണ്ടത് അനിവാര്യമായതിനാലാണ് പ്രിയപ്പെട്ട ശ്യാമിനോട് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി അപേക്ഷിച്ചത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ട്? ആരെങ്കിലും ഒക്കെ മനസ്സറിഞ്ഞ് സഹായിച്ചാൽ, പലരുടെ കൈകളിൽ കൂടി ഈ വാർത്തകൾ ഒന്ന് മാറി മറിഞ്ഞാൽ 10, 100, 50, 1000 ഒക്കെ വെച്ച് പ്രിയപ്പെട്ടവർ സഹായിച്ചാൽ ഈ ഒരു വലിയ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷയാണ്. നിങ്ങളുടെ സഹോദരങ്ങളായി കരുതി പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ കൂടി സുമനസ്സുള്ളവർ പങ്കുചേരണമെന്ന് വളരെ എളിമയോടെ ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നടത്തുന്നു. ഇത്രയും ആളുകളെയും കൊണ്ട് ഒരു വാടക കെട്ടിടത്തിലേക്ക് പോകുക എന്നതും ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. അഗതി മന്ദിരത്തിനായി ആരും കെട്ടിടം നൽകുന്നില്ല. സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്നാണ് കാലങ്ങളായി ഈ അച്ഛൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. ആഹാരവും വസ്ത്രവും ഒക്കെ ഒരുപാട് മനസ്സുകൾ നൽകി സഹായിക്കുന്നുണ്ട്. എൻ്റെ പേര് ശിവപ്രകാശ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഇപ്പൊ 4-5 ദിവസമേ ആയുള്ളൂ. 5 ദിവസമേ ഉള്ളൂ. എന്തുകൊണ്ടാ വന്നത്?
ഇവിടെ വന്നത് എൻ്റെ വീട്ടിലെ വിഷയം കാരണം ഞാൻ വീട് വിട്ടിറങ്ങിയിട്ട് 2 വർഷമായി. പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത്, എറണാകുളത്ത്. അങ്ങനെ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് വിളിച്ച് എന്നെ ഏൽപ്പിച്ചത്. വീട്ടിൽ ആരുമില്ലേ? വീട്ടിൽ ഭാര്യയുണ്ട്. ഭാര്യയ്ക്ക് ദൈവം ശിക്ഷ കൊടുത്തു, ക്യാൻസർ കൊടുത്തു, ബ്ലഡ് ക്യാൻസർ. മക്കൾ 2 പേരും എന്നെ കൊല്ലാനൊഴിക്കുന്നു. ഇവിടെ വന്നിട്ട് സുഖമല്ലേ? ഇവിടെ സുഖമാണ്. ഇവിടെ പരമാനന്ദ സുഖമാണ്. അദ്ദേഹം നല്ലൊരു ദൈവീയ മനുഷ്യനാണ്, ഒരു അച്ഛൻ. പലതുള്ളി പെരുവെള്ളമെന്ന പോലെ എല്ലാവരും അവനവനാൽ കഴിയുന്ന ചെറിയ സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചു നൽകിയാൽ ഒരുപക്ഷെ ഒരിക്കലും ഇറക്കിവിടാത്ത ഒരു കൂട്ടിലേക്ക് ഇവിടുത്തെ ആളുകളെയും കൊണ്ട് ഈ വൈദികന് മറ്റൊരു കൂടുകൂട്ടാം.